നമസ്കാരം. എറണാകുളം തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നതെന്നാണ് വിവരം. 15 മണിക്കൂറിലേറെയായി ഈ പാതയിൽ വാഹനങ്ങൾ വരിവരിയായി കുടുങ്ങിക്കിടക്കുകയാണ്. ദൂരയാത്ര ചെയ്യുന്ന ചരക്ക് വാഹനങ്ങൾ മുതൽ ആശുപത്രി, വിവാഹം, മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുന്നവർ വരെ ദുരിതത്തിലായിരിക്കുകയാണ്. രോഗികൾക്കും ബ്ലോക്കിലേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് മരം കയറ്റി വന്ന ലോറി കുഴിയിൽ വീണ് മറിഞ്ഞതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീണ തടിക്കഷ്ണങ്ങൾ മാറ്റിയ ശേഷമാണ് ഒരു പരിധിവരെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. പട്ടാമ്പിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കുകളില്ല. ലോറി അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി മാറുകയായിരുന്നു. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണ സ്ഥലങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ കാരണമായി. മേൽപ്പാത, അടിപ്പാത നിർമ്മാണങ്ങൾ ഇവിടങ്ങളിൽ പുരോഗമിക്കുന്നതിനാൽ നിലവിൽ യാത്രികർ സർവീസ് റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥയും വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. ദേശീയപാതയിലെ സ്ഥിതിഗതികൾ യാത്രാ തടസ്സത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിലെ ജനജീവിതത്തെയും കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ആരോപിച്ചു. ദേശീയപാത അതോറിറ്റി 6 മാസത്തിലേറെയായി ചാലക്കുടിയിലെ ജനങ്ങളെ ബന്ദികളാക്കുകയാണെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് കാരണം ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണെന്നും ഇത് കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെയുള്ള ഉന്നത കോടതികൾ വിഷയത്തിൽ ഇടപെട്ടിട്ടും ദേശീയപാത അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് MLA ആരോപിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു.